ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇപ്പൊ തമിഴില് പുതുതായിട്ട് ഒരു ഹൊറർ മൂവി ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ട്രെൻഡിങ് ആണ്, കാരണം കിടിലൻ മൂവി ആയതുകൊണ്ട് തന്നെ. ആ കഥ നമുക്ക് ഇന്നൊന്ന് കേട്ടു നോക്കിയാലോ. ശരിക്കും ഇതൊരു കിടിലൻ ഹൊറർ മൂവിയാണ്. അതിലുപരി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ കഥയുടെ അവസാനം നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വെറും ഒരു ആവറേജ് മൂവി ആയിരിക്കും എന്ന് കരുതി ഞാൻ കണ്ട് അവസാന ആ ഒരു നിമിഷത്തെ അവസാനത്തെ ആ ഒരു കാര്യം അറിഞ്ഞപ്പോഴാണ് പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ലാലേട്ടന്റെ ദൃശ്യം കാണുമ്പോൾ അവസാനം ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ ഒരു കിടിലൻ പടം. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോ ട്രെൻഡായിട്ട് വരുന്നത്. എന്നാ പിന്നെ ആ ഒരു കഥ നമുക്ക് ഇന്നങ്ങ് കേട്ടാലോ. സോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പേച്ചി എന്ന തമിഴ് ഹൊറർ മൂവിയുടെ കഥയാണ്. അപ്പൊ നേരെ ആ കഥയിലേക്ക് നമുക്ക് പോവുകയല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കാടാണ്. നിറയെ കാടുകളും മലകളും അരുവികളുമായിട്ടുള്ള ആ വലിയ കാടിനുള്ളിലേക്ക് രണ്ട് കപ്പിൾസ് ട്രക്കിങ്ങിനായിട്ട് പോവാണ്. നല്ല ജോലിഭാരം ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഇതൊക്കെ ഒന്ന് മാറ്റാൻ, ഒന്ന് റിലാക്സ് ആവാനാണ് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നത്. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, സംസാരം ഇതെല്ലാം കാണുമ്പോൾ രണ്ടുപേരും നല്ല പ്രണയ ജോഡികളാ തോന്നുന്നു. എന്തായാലും മല കയറി ഒരു സമയത്ത് ആ ഒരു പെണ്ണ് പറയണം നമുക്കൊന്ന് വിശ്രമിക്കാം. അങ്ങനെ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആവുകയാണ്. ആ സമയത്താണ് തീയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് വിറക് വേണം. അപ്പൊ ചെറിയൊരു മഴ എടുത്തുകൊണ്ട് കുറച്ച് വിറക് എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ അരിയിലേക്ക് പോവാണ്. നോക്കുമ്പോൾ നല്ല ഉണക്കുള്ള ഒരു കമ്പ് കഷ്ണം കാണാൻ. രണ്ട് വെട്ടി എന്നിട്ട് അത് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് പൊട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ബലം പിടിച്ച് അവനത് പൊട്ടിക്കുകയാണ്. അവനും വീണു, ആ ഒരു തടിയും വീണു. പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ആണിയുടെ കഷ്ണം അവന് കിട്ടി. അവൻ വല്ലാതെ ഭയന്നു പോയി. പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തേക്ക് എന്തോ ഒന്നും വന്ന് അടിക്കുകയാണ്. പക്ഷെ വേദനയൊന്നും ആവുന്നില്ല. അവന്റെ മുഖത്ത് എന്തോ ചുവന്ന നിറത്തിൽ എന്തൊക്കെയോ ആവുന്നുണ്ട്. അതേ നേരം തന്നെ ഈ മരത്തിന്റെ കൊമ്പ് പൊട്ടിച്ചെടുത്തു എന്ന് പറയുന്നില്ലേ, ആ ഒരു ഭാഗത്തിന്റെ മരം പിളർന്നു വരുന്നുണ്ട്. അവനാണെങ്കിലോ അതിനുള്ളിൽ വെച്ച് എന്തോ ഒന്നിനെ കണ്ട് വല്ലാതെ ഭയക്കുകയാണ്. പിന്നെ ആ ഒരു പാവയെ നോക്കുന്നുണ്ട്. ശരിക്കും ഭയപ്പെട്ടു പോകും. എന്തോ കൂടോത്രം ചെയ്തു വെച്ചതുപോലെയുള്ള ഒരു പാവ. പിന്നീട് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്ന അവന്റെ പെണ്ണിനെ വിളിച്ചെങ്കിലും ഇവനെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഭയം കൊണ്ട് ഇവൻ കിടന്ന് വിറക്കാണ്. അതുപോലെ തന്നെ എന്തോ ഒന്ന് അവൻ അങ്ങനെ നോക്കി അവന്റെ അരിയിലേക്ക് വരികയാണ്. ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് അവൻ കാട്ടിലേക്ക് ഓടുകയാണ്. ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഇവൻ എന്താ വരാത്തത് എന്ന് കരുതിയിട്ട് ആ ഒരു പെൺകുട്ടി തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല അവനെ. പകരം ഈ കറുത്ത പാവയെ കാണുന്നത്. അവളും വല്ലാതെ ഭയന്നു പോയി. ആ സമയത്ത് അവളുടെ അരികിലേക്കും ആ സാധനം വരികയാണ്. അവളും ഭയന്ന് കരയുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് പേച്ചി. ഇവിടെ സീൻ കട്ട ഈ സിനിമയിലെ അടുത്ത പ്രധാന കഥാപാത്രത്തെ കാണിക്കുകയാണ് മാരി. ഈ ഒരു വനപ്രദേശത്തിന്റെ അടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ഇവിടുത്തെ ഒരു ലോക്കൽ ആളാണ്. ഇയാളുടെ മകളാണെങ്കിൽ ബർത്ത്ഡേ വരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഭയങ്കരമായിട്ട് വാശിയാണ്. ബർത്ത്ഡേ നിർബന്ധമായിട്ട് സിനിമ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. മകളോടാണെങ്കിൽ ഈ മാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ മോളുടെ പിറന്നാളാണ്. എന്തായാലും അന്ന് സിനിമയ്ക്ക് കൊണ്ടുവന്ന് വാക്കും കൊടുക്കുകയാണ്. പിന്നീട് ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് മാരി എന്തോ അവന്റെ ഡ്യൂട്ടിക്ക് പോകണം. അതായത് ഇവിടുത്തെ ഒരു ലോക്കൽ ഗൈഡാണ് അവൻ. ഫോറസ്റ്റിലേക്ക് ട്രക്കിങ്ങിന് വരുന്നവർക്കൊക്കെ വഴി കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ജോലിയാണ്. സോ ഇങ്ങോട്ടേക്ക് ഏതോ ഒരു ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, അവർക്ക് വഴി കാണിച്ച് ഫോറസ്റ്റിലേക്ക് പോകണം. അങ്ങനെ നേരെ അവർ ക്യാമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു റിസോർട്ടിലേക്ക് ഇപ്പൊ മാരി ചെല്ലുകയാണ്. അവിടെ വെച്ച് ഈ മാരിയെ കാണാനായിട്ട് ശരൺ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു കഥയുടെ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവര് നാളെ രാവിലെയാണ് ആ വനത്തിലേക്ക് ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവരുടെ കൂടെ വരുന്ന ആളാണ് ഈ ഒരു മാരി. അപ്പൊ പരിചയപ്പെട്ടതിന് ശേഷം നാളെ രാവിലെ കാണാന്ന് പറഞ്ഞിട്ട് മാരി പോവാണ്. ഇതിനുശേഷം ഈ ഒരു ശരണാണെങ്കിൽ നേരെ അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരികയാണ്. ഇവര് ടോട്ടൽ 5 പേരുണ്ട്. ഈ 5 പേരാണ് നാളെ വനത്തിലേക്ക് പോകാൻ നിൽക്കുന്നത്. അതിൽ തന്നെ ശരന്റെ അടുത്തൊരു പെൺകുട്ടിയെ കണ്ടു, മിയ അവന്റെ ലവറും കൂടിയാണ് കേട്ടോ. അപ്പൊ അത് ആരാ വന്നേന്നിപ്പോ മിയ ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു ലോക്കൽ ഗൈഡ്. പോകുന്ന വഴിയിൽ നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണ്ടേ. ഈ സമയത്ത് മിയ പറയണം നമ്മൾ ഫോറസ്റ്റ് ഗാർഡ് ഒന്നും അറിയാതില്ല കയറി പോകാൻ പോകുന്നത്, വെറുതെ എന്തിനാ ഒരു ശല്യമായിട്ട് ഒരാളെ കൂടെ കൂട്ടുന്നത്. ഇനി അയാൾ ഓരോ റൂൾസും കാര്യങ്ങളും പറയും. മിയ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. അതായത് ഇവരുടെ ഈ ഒരു ട്രിപ്പിന്റെ എന്റർടൈൻമെന്റ് കുറയോ എന്ന് കരുതിയിട്ട്. ഇപ്പൊ ഷറും പറയണേ മിയ പറയുന്നത് കേൾക്ക്, നീ ഒന്ന് ചൂടാവില്ലേ, അയാളില്ലെങ്കിലും നമ്മൾ ആ ഒരു കാട്ടിൽ പോയിട്ട് ആകെ വഴി തെറ്റിപ്പോന്ന് പറയാം. വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഓക്കെ എന്തായാലും കൂട്ടാന്ന് പറഞ്ഞിട്ട് മീൻ സമ്മതിക്കുകയാണ്. ഇനി കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ ആയിട്ട് പരിചയപ്പെടാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവരെല്ലാവരും ആ ഒരു കാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവരുടെ ടീമിലെ ഫോട്ടോഗ്രാഫർ ആ ഒരു കണ്ണട വെച്ച ആളെ കണ്ടോ, അവന്റെ പേരാണ് ചെറി. ഈ ആളെപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ ടീമിലെ രണ്ടാമത്തെ ലേഡി ആയിട്ടുള്ള ചാരി വന്നിട്ട് പറയണെങ്കിൽ എപ്പം നോക്കിയാലും നിന്റെ ഒരു വലിയൊന്ന് നിർത്തിയെന്ന് പറയണം. എന്തായാലും ഇവർ 5 പേരും കൂടെ ഇപ്പൊ മാരിയും കൂട്ടിയിട്ട് നേരെ ആ ഒരു മലയിലേക്ക് പോവാണ്. ശരിക്കും അവർ പോകുന്ന ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മരങ്ങളും താഴ്വരകളും മലകളൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു കാട്. ഇവർ ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് മാരിയുടെ വീട്. സോ ആ വണ്ടിയിൽ അവളുടെ അച്ഛനുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ആ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് മാരിയുടെ മകള് വന്ന് നിൽക്കുകയാണ്. വണ്ടി നിർത്തി അതൊന്ന് മാരി പുറത്തേക്ക് വന്നിട്ട് എന്താ മോളെ, എന്താ നിന്റെ കിറുക്ക്, അച്ഛൻ എന്തായാലും നിന്റെ പിറന്നാളിന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നു പറഞ്ഞല്ലേ. ഇപ്പോ ആ ഒരു പെൺകുട്ടി പറയണത് അച്ഛാ എപ്പോഴും അച്ഛനെ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം, ഈ ഒരു മാല കൊണ്ടേക്കൂടെ എന്ന് പറഞ്ഞിട്ട് മാരിയുടെ മകള് മാരിയുടെ കഴുത്തിൽ ഒരു മാല ഇട്ട് കൊടുക്കുകയാണ്. അത് അമ്മ തന്നെന്ന് പറയണം. ഇപ്പൊ ഭാര്യയെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് മാരി പോവാണ്. അങ്ങനെ ഇവർ നേരെ ഒരു മലയുടെ താഴ്വാരത്തിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇനി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് ഇവരെ കാണും. അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി നിർത്തി ഉള്ളിലേക്ക് പോകണം. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇവരുടെ ആ ഒരു ബാഗും കാര്യങ്ങളും ടെന്റ് അടിക്കാനുള്ള സാധനങ്ങളും ഇതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് മറ്റൊരു വണ്ടി വരികയാണ്. ഈ ഡ്രൈവർ കുറച്ച് മുന്നോട്ടേക്ക് വണ്ടി കൊണ്ടുപോയിട്ട് പതിയെ റിവേഴ്സ് എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് ആ ഒരു വണ്ടിയുടെ
മുന്നിലുണ്ടായിരുന്ന നമ്മുടെ മിയ അതുപോലെ തന്നെ ചാരു ഇവര് ഭയങ്കര രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഞങ്ങളെ നോക്കാൻ നീ ആരടാ എന്ന ഭാവത്തിൽ മെയ്യും ചാരു ആണെങ്കിലും അതേ രീതിയിൽ തന്നെ തിരിച്ചു നോക്കുകയാണ്. എന്നാൽ ആ വന്ന ഡ്രൈവർ നമ്മുടെ മാരിയുടെ ഒരു പരിചയക്കാരനായിരുന്നു. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം പുതുക്കി അയാൾ അങ്ങോട്ട് പോവാണ്. എന്തായാലും ഇതിന് ശേഷം മാരി ഇവരെയും കൂട്ടി നേരെ മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ മാരി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ആരെങ്കിലും വിളിക്കാണ്ടെങ്കിൽ വിളിച്ചോ എന്ന് പറയണം. കാരണം മലയിലേക്ക് കയറും തോറും സിഗ്നൽ കട്ടായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ പോട്ടെ മാരിയാണ്, ഒരു കുഴപ്പമില്ല, മേലെ എവിടെയെങ്കിലും സിഗരറ്റ് മേടിക്കാൻ കടയുണ്ടോ എന്ന് നമ്മുടെ ചെറിയ വയ്ക്കാണ്. ഇപ്പൊ ചാരു വന്നിട്ട് പറയണ എടാ വലിച്ച് ചാവല്ല നടക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവര് മാരി കാണിക്കുന്ന ആ ഒരു വഴിയിലൂടെ മനോഹരമായ ആ ഒരു കാട്ടിലൂടെ അങ്ങനെ കയറാൻ തുടങ്ങുകയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇതുപോലെ ഫോറസ്റ്റിലേക്ക് കയറാനായിട്ട്? താല്പര്യം ഉണ്ടെങ്കിൽ ചുമ്മാ വെറുതെ ഒന്ന് കമന്റ് ബോക്സിൽ പറയാട്ടോ. അങ്ങനെ കുറെ ദൂരം നടന്നു പോകുന്നുണ്ട്. പോകുന്നതിന്റെ ഇടയിൽ ജെറി ഉണ്ടല്ലോ, ആളൊരു ഫോട്ടോഗ്രാഫറാണ്. 5 ലക്ഷം രൂപ ഏറ്റവും വിലയുള്ള ക്യാമറ അവന്റെ കയ്യിലുള്ള. അപ്പൊ ആ ഒരു ക്യാമറ കൊണ്ട് എടുത്തൊരു ഫോട്ടോ ഇപ്പൊ മാരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. രാവിലെ മാരിയുടെ കഴുത്തിൽ മകള് ഒരു മാല ഇട്ട് കൊടുത്തില്ലേ, ആ ഫോട്ടോ. മാരിക്ക് എന്തായാലും ഫോട്ടോ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അവന്റെ കയ്യിലൊരു എന്താ പറയാ കട്ടപ്പെട്ടി പോലത്തൊരു ഫോണുണ്ട്, അതിലേക്ക് ഈ ഒരു ഫോട്ടോ കയറ്റി തരുമെന്ന് ചോദിക്കണം. താഴെ എത്തിയിട്ട് കയറ്റി തരാട്ടോ എന്ന് പറയാണ്. എന്തായാലും ഇതിനുശേഷം ഇവർ വീണ്ടും കാടിനുള്ളിലേക്ക് അങ്ങനെ കയറി പോവാണ്. പോകുന്ന സമയത്ത് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കരടി, ബൈസൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാരി പറയുന്നുണ്ട് കേട്ടോ. കേട്ടപാട് തന്നെ കൂട്ടത്തിൽ ഏറ്റവും പേടിത്തൊണ്ടനായിട്ടുള്ള ചെറിക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്. അതുപോലെ ടീമിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള അത്യാവശ്യം ആരോഗ്യമുള്ള ഒരുതിനെ കണ്ടോ, അവന്റെ പേര് സേതു എന്നാട്ടോ. ഭയങ്കര ധൈര്യശാലിയാ എന്നൊക്കെയാണ് ഭാവം. പോരാത്തതിന് ഒരു കട്ട നിരീശ്വരവാദിയും. എന്തായാലും ആ രീതിയിലാണ് അവന്റെ സംസാരമൊക്കെ, യാതൊരു പേടിയില്ലാത്തതുപോലെ. അങ്ങനെ ഇവർ നടക്കുന്നതിന്റെ ഇടയിൽ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാണ്. കേട്ടപാടിന് നമ്മുടെ മിയയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ നല്ല രസമുള്ള ചെറിയൊരു തടാകം കേട്ടോ. പെട്ടെന്ന് തന്നെ തടാകമല്ല, ചെറിയൊരു അരുവി. അതിലേക്ക് ഇപ്പോൾ മിയ അതുപോലെ തന്നെ ചാരു രണ്ടുപേരും ഇറങ്ങാണ്. ഭയങ്കര തണുപ്പ്. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ അവർ കളിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഗേൾസ് ഈസ് ഓൾവേസ് ഗേൾസ് എന്ന് പറഞ്ഞ പോലെ അതേ രീതിയിൽ തന്നെ. സോ ഇത് കണ്ടുകൊണ്ട് ആ ഒരു കരയിൽ നിൽക്കുകയാണ് നമ്മുടെ ശരണും സേതുവും അതുപോലെ തന്നെ ചെറിയും. എന്നാൽ ഈ വെള്ളത്തിൽ കളിക്കുന്നതിനിടയിൽ ശബ്ദം കൂടി വരുമ്പോൾ നമ്മുടെ ഈ ഒരു മാരി വാൺ ചെയ്യുന്നുണ്ട്, ഒച്ച ഉണ്ടാക്കല് അത് പ്രശ്നമാവുന്നു. അതുപോലെ ഇവിടുത്തെ വെള്ളത്തിൽ ഇറങ്ങേണ്ട കുറച്ച് അപ്പുറത്ത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇത് കേട്ടപാട് മിയക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. പിന്നെ നമ്മുടെ ശരണും കൂടെ പറഞ്ഞതുകൊണ്ട് അവളിപ്പോൾ ഷൂസൊക്കെ ഇട്ട് വരികയാണ് കേട്ടോ. അതിനിടയിൽ ശരണിനോട് മിയ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവനെ പോലെയുള്ള ഗൈഡിനെ കൊണ്ടുവരേണ്ടത്. എന്താ അവന്റെ ഭാവം, ഈ കാടങ്ങോട്ട് അരച്ചു കലക്കി കുടിച്ചതുപോലെ. ഞാൻ പറഞ്ഞില്ല അവനെ കൂട്ടണ്ടെന്ന്. ഇതേ സമയത്ത് തന്നെ മാരി അവന്റെ കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇത് എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പറയുന്നത്, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നാൽ മാരിയോട് ഭയങ്കരമായിട്ട് തട്ടിക്കയറി സംസാരിക്കാണ് മിയ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന രീതിയിൽ എന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ മാരിക്കും എന്തോ പോലെ ആയി പോവാണ്. ഇതിനുശേഷം വീണ്ടും ഇവർ മുകളിലേക്ക് നടക്കുകയാണ്. കുറേ മലയുടെ മുകളിലേക്ക് എത്തിയപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് ഇവരെല്ലാവരും പഴയൊരു മരത്തടി കണ്ടപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ശ്വാസം കിട്ടാതെ എല്ലാവരും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജെറി എന്താ ചെയ്യുന്നത്, സിഗരറ്റ് എടുക്കാണ്, വലിക്കാണ്. ഇത് കണ്ടപ്പോൾ ചാരുവിന് ദേഷ്യം വന്നു. ഇവിടെ ശ്വാസം കിട്ടാതെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോൾ നീ അതിന്റെ ഇടയിൽ വലിക്കാൻ നോക്കുന്ന കളയടാന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് അവനെറിയാണ്. ചാരു അടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് ജെറി മാറി മാറി പോവാണ്. ഇതിനിടയിൽ ചാരു എടുത്ത് എറിഞ്ഞ കല്ല് അവിടെ ഉണ്ടായിരുന്ന ഒരു വള്ളിക്കൂട്ടത്തിൽ ചെന്ന് വീഴാണ്. ടക്ക് ഇരുമ്പിൽ തട്ടിയൊരു ശബ്ദം കേൾക്കാണ്. ഇതെന്താ? ഇത് നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ തന്നെ മാരി ഈ ചാരുവിനോട് പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകരുതെന്ന്. എന്നാ പിന്നെ പോയി നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ചാരുവും പോവാണ്, സേതുവും പോവാണ്. എന്നിട്ട് ആ ഒരു വള്ളി ഇവർ മാറ്റി നോക്കുമ്പോൾ ഒരു പഴയ മണി കാണുകയാണ്. പിന്നീട് ആ ഒരു വള്ളി മുഴുവനായിട്ട് മാറ്റി നോക്കിയപ്പോൾ അതൊരു കവാടം പോലെയായിരുന്നു. മാത്രമല്ല കുറെ മണികൾ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ബോർഡ്, ഇതിനുള്ളിലേക്ക് പോകാൻ പാടില്ല എന്ന്. അപ്പൊ ചാരു പറയാണ് പോകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും പോകണില്ല എന്നിട്ട് ഇവർ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ ആ ഒരു തടി പൊട്ടി താഴേക്ക് വീഴാണ്. ഇത് കണ്ടപ്പോൾ മാരിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവന് ഇതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മുടെ മിയ അങ്ങോട്ടേക്ക് വരികയാണ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, തുടക്കം മുതലേ നിനക്ക് എന്തിന്റെ പ്രശ്നമാടാ, നിന്റെ വിചാരം എന്താ, നീ കാട്ടിന്റെ വലിയ മറ്റെന്തോ ആണെന്നോ, നീ വെറും ഒരു ലോക്കൽ ഗൈഡാണ്, ആ രീതിയിൽ നിന്നാ മതി എന്ന് പറയണം. മാരി പരമാവധി പറയാൻ നോക്കുന്നുണ്ട്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. എപ്പോഴും മാരിയുടെ ഭാഗം നിൽക്കുന്ന ശരണും പറയണം, അണ്ണാ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്, തുടക്കം മുതലേ നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ് ആണല്ലോ, എന്താ ചേട്ടാ നിങ്ങൾക്ക് പറ്റിയത്? ഇപ്പൊ മാരി പറയണം, മക്കളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഈ കാടിന് ഈ കാടിൻ്റെതായ പല കഥകളുണ്ട്, എന്നാൽ അതിലൊന്നും ഈ പിള്ളേർക്ക് ഒരു വിശ്വാസമില്ല കേട്ടോ. അപ്പൊ മാരി പറയണ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോ, ഞാൻ നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ ഞാൻ കാണിക്കുന്ന വഴിയിലൂടെ പോവാം, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിച്ചു തന്നാ പോരെ. മാരി ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് വേറൊരു വഴിയില്ല, മാരിയുടെ കൂടെ പോവല്ലാതെ. അങ്ങനെ മാരി ഇവരെ വഴി കാണിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോവാണ്. എന്നാൽ ഇവർ മുകളിലേക്ക് പോകുമ്പോൾ ദൂരെ നിന്നും ആരും ഒരാൾ ഇവരിങ്ങനെ നോക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും മലയുടെ മുകളിലേക്ക് ഇവരങ്ങനെ പോകുന്ന സമയത്ത് ഏറ്റവും പിന്നിലുണ്ടായിരുന്ന ചാരു, അവൾക്ക് എന്തോ ഒന്ന് തോന്നുകയാണ്, കുറച്ച് ആ ഒരു കാപ്പിത്തോട്ടത്തിന്റെ ഇടയിലൂടെ ഒന്ന് പോയി നോക്കാം. ആ തോന്നലിന്റെ പുറത്ത് അവൾ അതിന്റെ ഇടയിലൂടെ പോവുകയാണ്. നോക്കുമ്പോൾ വലിയൊരു കൊക്കയുടെ മുന്നിലേക്കാണ് അവൾ എത്തുന്നത്. എന്തോ ഒരു വശ്യതയിൽ അവൾ പെട്ടതുപോലെ, അവളായിട്ട് അങ്ങോട്ടേക്ക് പോവാത്തതുപോലെയാ തോന്നുക കേട്ടോ. എന്തോ ഒരു ശക്തി വന്നിട്ട് അവളുടെ പിന്നിൽ നിന്നും തള്ളാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന മാരി അവളെ രക്ഷപ്പെടുത്തുകയാണ്. ഇപ്പൊ എല്ലാവരും അവളെ ചീത്ത പറയുന്നുണ്ട്, നീ എങ്ങോട്ട് നോക്കി പോന്നേ, മാരി എങ്ങാനും വന്നിട്ടില്ലെങ്കിൽ ആ ഒരു കൊക്കയിലേക്ക് ചാരു വീഴുമായിരുന്നു. പക്ഷെ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചാരുവിനെ അറിയുന്നില്ല. അവൾ എന്തോ ഒരു ഹാലിൽ അങ്ങോട്ടേക്ക് പോയതാ. എന്തായാലും പിന്നീട് മാരി പറഞ്ഞ ആ ഒരു വഴി അനുസരിച്ച് തന്നെ മാരിയുടെ പിന്നാലെ ഇവർ പോകുന്നുണ്ട്. പോയി വീണ്ടും മലയുടെ മുകളിലെത്തി നല്ല മനോഹരമായിട്ടുള്ള മലയുടെ ഒരു ചെരുവിലേക്ക് ഇവർ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അവർ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ തന്നെ ടെന്റ് അടിക്കാന്ന് പറയണേ. ഇതിനിടയിൽ നമ്മുടെ ജെറി ഉണ്ടല്ലോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുകയാണ്. അതിനിടയിൽ റൊമാൻസ് ചെയ്യുന്ന മിയ
ശരൺ ഇവർ രണ്ടുപേരെയും കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മിയ അവിടുന്ന് പോകാൻ നോക്കുകയാണ്. അതായത് അവൾക്ക് ഫോട്ടോ ഒന്നും എടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പൊ ജെറി പറയണം അവളെ പിടിച്ചോ നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഇവർ 3 പേര് ചെന്നിട്ട് ഈ മിയെ പിടിച്ചു വെക്കാണ്, ശരണും ചാരും അതുപോലെ തന്നെ സേതു. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ ജെറിയുടെ കണ്ണട താഴേക്ക് വീണ് പോകുന്നുണ്ട്. അവന് കണ്ണടയിലേക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പിന്നീട് കണ്ണട എടുത്ത് കണ്ണിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരെ 4 പേരെയും കാണാനില്ല. ജെറിക്കാണെങ്കിൽ അത്യാവശ്യം പേടിയുള്ള ആളാണ്. ഇവൻ ആകെ പേടിച്ചു പോയി. മര്യാദക്ക് കളിക്കാൻ നിൽക്കല്ലേ, പുറത്ത് വന്നോന്ന് ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലോ ഇവരാരും വരുന്നില്ല. അപ്പൊ ഇവൻ പറയണത് ഞാൻ ക്യാമറ ഓൺ ആക്കുകയാണ്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മര്യാദക്ക് വന്നെന്ന് പറഞ്ഞിട്ട് ജെറി ആ ഒരു ക്യാമറ ഓൺ ആക്കുന്നുണ്ട്. പിന്നെ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മരത്തിന്റെ സൈഡിൽ നിന്നും ഒരു വല്ലാത്ത പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ട് അവനാകെ ഞെട്ടിപ്പോവുകയാണ്. ഭയം കൊണ്ട് ഇപ്പൊ ജെറി എല്ലാവരെയും വിളിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ആ ഒരു മരത്തിന്റെ പിന്നിലേക്ക് പതിയെ ചെന്ന് നോക്കുന്നുണ്ട്. ഭയം കാരണം ആ ഒരു ക്യാമറ ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അവന് വല്ലാതെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് താഴത്തെ ഒരു മരത്തിന്റെ പിന്നിലൂടെ ചാരി പോകുന്നത് കാണുന്നത്. വേഗം തന്നെ ആ ഒരു മരത്തിന്റെ അരികിലേക്ക് ജെറി ചെന്ന് നോക്കുമ്പോൾ അവിടെയും കാണാനില്ല. സോ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ ഓവർ ആക്കരുത്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്നിട്ട് ഒരു മരത്തിന്റെ പിന്നിൽ സേതുവിനെ കണ്ടപ്പോൾ അവന് വിളിക്കാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവൻ പെട്ടെന്ന് വീഴാണ്. ആരൊരാൾ അവന്റെ കാല് പിടിച്ച് വലിച്ചതുപോലെ. ഇതിൽ ശരിക്കും ചെറിയ അങ്ങോട്ട് പേടിച്ചു പോയിട്ടോ. വല്ലാതെ നിലത്ത് കിടന്ന് അവൻ വിറശാനെ എന്താ പറയാ ഒരു നിലവിളിക്കുന്ന സമയത്ത് നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചെറിയൊക്കെ ചോദിക്കുമ്പോൾ, ചെറിയല്ല സേതു ചോദിക്കുമ്പോൾ, പിന്നെ പേടിക്കാതെ ഞാൻ കണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അതുപോലെ ഞാൻ വീണതല്ല, എന്നെ പിടിച്ചത് എന്തോന്ന് വലിച്ചതാ. അതിൽ അവന്റെ ആ ഒരു കാലിൽ പാടുകൾ ഉണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരാരും വിശ്വസിക്കുന്നില്ല. അതായത് തെന്നി അടിച്ച് വീണിട്ട് വെറുതെ പേടിത്തണ്ടൻ ഓരോ കഥകൾ പറയാന്ന് പറയാണ്. എന്തായാലും ദേഷ്യവും പേടിയൊക്കെ കൂടിയായിട്ട് ചെറിയ അവരുടെ ആ ഒരു ക്യാമ്പ് വെക്കാന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോവാണ്. എന്നിട്ട് ആരോടും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മിയ വന്നിട്ട് അവനൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന് സേതു ആണെങ്കിൽ വീണ്ടും അവനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പേടിത്തൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ വല്ലാതെ ദേഷ്യം വന്ന് ചെറി പോയിട്ട് നീ ആരടാ, വലിയ ധൈര്യശാലിയോ, കുറെ നേരായിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ട് ആ രീതിയിൽ ഇങ്ങനെ തട്ടിക്കയറി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സേതുവിന് അഹങ്കാരം മൂത്തു. അവൻ അത്യാവശ്യം ആരോഗ്യമുള്ള ആളല്ല, പിടിച്ചങ്ങോട്ട് തള്ളുകയാണ്. നീ ആരടാ, എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചു പറയുന്നു പറഞ്ഞിട്ട്. അപ്പൊ ചെറിക്കും ഭയങ്കരമായിട്ട് വാശരി, ഓ നിന്റെ വിചാരം നീ വലിയ ധൈര്യക്കാരനാന്നല്ലേ, നേരത്തെ മാരി എണ്ണൻ കയറി പോകാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് നിനക്ക് പോകാൻ പറ്റുമോ ചോദിക്കുകയാണ്. ആദ്യം ഒന്ന് പകിച്ചു പോയെങ്കിലും സേതു ഞാൻ പോയി കാണിച്ചു തരാന്ന് പറയാണ്. സേതു ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാന്ന് ചാരു പറയാണ്. കാരണം ഈ ചെറിയ കളിയാക്കുന്ന കാര്യത്തിൽ ചാരുവും സേതും ഒട്ടും പിന്നിലല്ല കേട്ടോ. പിന്നെ ഈ 2 പേർക്കും ഇമാതിരി ഒരു കാര്യത്തിൽ ഒരു വിശ്വാസമില്ല. അപ്പൊ ഇവരുടെ ആ ഒരു ബെറ്റൊക്കെ വെച്ച് ആ ഒരു സ്ഥലത്തിലേക്ക് ഇവർ പോകാൻ നിൽക്കുമ്പോഴാണ് വിറകെടുക്കാൻ പോയ മാരി തിരിച്ചു വരുന്നത്. ഇവരുടെ ഈ ഒരു കളിയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ബോധമില്ലേ, ശരണേ നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ, ആ സ്ഥലത്തേക്ക് ഒന്ന് പോവല്ലേ, അവിടെ ഒരുപാട് കഥകളുണ്ടോ. ഇതൊക്കെ കേട്ടപ്പോ ചാരുവിനും വല്ലാതെ ചൊറിഞ്ഞു വരികയാണ്. ദേഷ്യം കൊണ്ട് അവള് പറയാണ് എന്റെ മാരി എണ്ണ ഒന്നും മിണ്ടാതിരിക്കോ, ഞങ്ങൾ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് സേതു അതുപോലെ തന്നെ ചാരു നേരെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. അവർ നേരെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. പതി അതിലൂടെ നടക്കുന്ന സമയത്ത് ചാരു പറയുന്നു സേതു എടാ അവിടെ എന്തോ ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഒരു പഴയ വീട് കാണാണ്. നിലവിൽ ആരും ഉപയോഗിക്കാത്ത നല്ല പഴക്കമുള്ള ഒരു വീടാണ്. എന്തായാലും അവർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ വാതിലും ജനലും എല്ലാം എന്താ പറയാ ഒരു തകർന്ന അവസ്ഥയിലാണ്. ആരും കുറെ കാലമായിട്ട് ഉപയോഗിക്കാത്തൊരു വീടാണ്. എന്നാൽ എന്താണ് അതിന്റെ ഉള്ളിൽ, അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഇതൊന്നും ആലോചിക്കാതെ കാടിന്റെ ആ ഒരു ഭയാനകത അതൊന്നും മനസ്സിലാക്കാതെ ഈ 2 മണ്ടന്മാരും അതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. കയറിയ വാർഡിന് ഒരു വല്ലാത്ത ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ, വല്ലാത്ത രീതിയിലുള്ള പാവകള് അതിലെന്തൊക്കെയോ കുത്തിവെച്ചതുപോലെ, പിന്നെ ഈ കൂടോത്രം ചെയ്യുന്നത് പോലെയുള്ള നക്ഷത്രം, അതിന്റെ ആ ഒരു ചിഹ്നങ്ങൾ, ഇതെല്ലാം ചാരു നോക്കി നിൽക്കുമ്പോൾ ഇതേ വീടിന്റെ ബേസ്മെന്റ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് സേതുവും പോയി നോക്കുകയാണ്. എന്ത് ധൈര്യത്തിലാണ് ഇവന്മാർ ഈ ചെയ്യുന്നതെന്ന് ഒരു ധാരണയില്ല കേട്ടോ. മാത്രമല്ല എനിക്കൊക്കെ ഭയങ്കര ധൈര്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചാരു ഒരു ചെറിയ പരിപാടി ഒപ്പിക്കുകയാണ്. നിലത്തുനിന്ന് കിട്ടിയ ആ ഒരു എന്താ പറയാ കൂടോത്രം ചെയ്തതുപോലെയുള്ള ആ ഒരു പാവ എടുത്ത് അതിന്റെ കൂടെ അവള് സെൽഫി എടുക്കാൻ നിൽക്കുകയാണ്. എന്നാൽ സെൽഫിയുടെ ഉള്ളിൽ മറ്റൊരാളെ കണ്ട് അവൾ ഭയന്ന് വിറച്ചു പോവാണ്. ഒരു വികൃതമായ രൂപമുള്ള ഒരു മുത്തശ്ശി. അവളാകെ അലറി വിളിച്ച് ഫോണും താഴെയിട്ട് ജനലിലൂടെ പുറത്ത് നോക്കിയപ്പോൾ ആ തോട്ടത്തിന് നടുവിലായിട്ട് ഇതേ സ്ത്രീ നിൽക്കുകയാണ്. അലറി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സേതു വരികയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ അവള് കണ്ട കാര്യം പറയാണ്. എന്നാൽ സേതു നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അങ്ങനെ ഇവർ നേരെ പുറത്തേക്ക് വരികയാണ്. ഇതേ സമയത്ത് ഈ വീടിനുള്ളിൽ ആ ഒരു മുത്തശ്ശി അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ബ്ലാക്ക് ഔട്ടായി. എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഇതിനുശേഷം നമ്മുടെ മിയും ശരണയും കാണിക്കണം. മിയക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവർ തിരിച്ചു വന്നിട്ട് ഇവരുടെ കയ്യിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാന്ന് പറയണേ. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞു, പിന്നെയും സമയം കഴിഞ്ഞു. താഴേക്ക് പോയ ഈ ചാരു അതുപോലെ തന്നെ സേതു 2 പേരും വരാത്തതുകൊണ്ട് മാരിക്ക് എന്തോ ഒരു പേടി തോന്നിട്ട് ശരണിനോട് പറയണം നമുക്കൊന്ന് പോയി നോക്കിയാലോ. അങ്ങനെ ഈ ചാരുവിനെയും സേതുവിനെയും നോക്കി നേരെ താഴോട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു ശരണും അതുപോലെ തന്നെ മാരിയും. താഴേക്ക് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ കയറാൻ പാടില്ല എന്ന ആ ഒരു ബോർഡ് എഴുതിയ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് ഇവരെത്തി. അതിന്റെ ഉള്ളിലേക്ക് കടക്കണോ വേണോ എന്നൊക്കെ ഇങ്ങനെ മാരി ആലോചിക്കുകയാണ്. കാരണം പേടിയാണ്, ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു കരച്ചിൽ കേൾക്കുന്നത്. അത് ഷാരുവിന്റെ കരച്ചിലായിരുന്നു. പെട്ടെന്ന് തന്നെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഇവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ മുഖത്ത് മുഴുവൻ രക്തവുമായിട്ട് അവൾ അവിടെ ഒരു ബോധമില്ലാതെ കിടക്കുകയാണ്. വല്ലാണ്ട് പേടിച്ചു പോയ മാരിയും അതുപോലെ തന്നെ ശരണും അവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ കണ്ണു വന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ഒളിച്ചിരുന്ന സേതു ആണെങ്കിൽ പുറത്തേക്ക് വരികയാണ്. 2 പേരും കൂടിയിട്ട് നമ്മുടെ ശരണിട്ട് ഒരു പ്രാങ്ക് കൊടുത്തത്. പക്ഷെ നന്നായിട്ട് പേടിച്ചത് കൊണ്ട് തന്നെ ശരണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അവൻ ദേഷ്യപ്പെടുമ്പോൾ സേതു നല്ല ആരോഗ്യമുള്ള ആളാണല്ലോ. അപ്പൊ ആ ഒരു അഹങ്കാരത്തിൽ അവന് കളിയാക്കിയിട്ട് ഒരു വല്ലാത്ത നിർത്തക്ക് നിൽക്കുകയാണ്. ഞങ്ങൾ ഇനിയും പ്രാങ്ക് ചെയ്യും എന്നുള്ള ആ ഒരു രീതിയിൽ. എന്തായാലും ഭയങ്കര ദേഷ്യത്തിൽ ഇപ്പൊ ശരണും അതുപോലെ മാരി
മാരി ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് നേരെ മേലെത്തി, അതായത് അവരുടെ ഒരു ക്യാമ്പ് ചെയ്ത ഭാഗത്ത്. എന്നാൽ ഇവരുടെ ബേക്കിൽ തന്നെ ഇവരെ കളിയാക്കിക്കൊണ്ട് ഈ സേതുവും വരുന്നുണ്ട്, ചാരുവും വരുന്നുണ്ട്. മുന്നിൽ പോയത് ആരാ? ശരണും അതുപോലെ തന്നെ മാരിയും. ഇവര് നേരെ മുന്നിൽ വന്ന് ഇവരുടെ ആ ഒരു ക്യാമ്പ് ചെയ്ത സ്ഥലത്ത് നോക്കുമ്പോൾ ഒരുമാതിരി പേടിച്ച് വിറച്ച അവസ്ഥയിലിരിക്കുന്ന ചാരുവിനെ അവിടെ കാണുകയാണ്. അതുപോലെ തന്നെ സേതു അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പിന്നിൽ ഉണ്ടായിരുന്നത് ആരാ? പണി ശരിക്കും പാളി എന്ന് ശരണു മനസ്സിലായി. അവനാകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ ഒരു അന്താളിച്ചുള്ള ആ ഒരു നൃത്തം കണ്ടപ്പോ തന്നെ ജെറി പറയാണ്, എടാ നിങ്ങൾ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ചാരുവും സേതു ഇങ്ങോട്ടേക്ക് വന്നു. ചാരു ആണെങ്കിൽ എന്തോ ഒന്ന് കണ്ട് ഭയന്ന് വല്ലാത്തൊരു ഇരിപ്പാണ്. അപ്പൊ ഇവര് പ്രാങ്ക് ചെയ്തതും ഇവരെ കളിയാക്കിയതും ആ ചാരുവും സേതും അത് ആരാണ്? എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശരൺ ചോദിക്കുകയാണ്, മാരി അണ്ണ സത്യം പറ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ മാരി ഈ കാടിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു പഴയ കെട്ടുകഥകൾ അല്ലെങ്കിൽ ആ ഒരു ഫോക്ലോർ സ്റ്റോറി എന്നൊക്കെ പറയില്ല, ഓരോ നാട്ടിലും ഓരോ കഥകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരെണ്ണം. അതാണ് ഈ കാട്ടിലെ പേച്ചി. മാത്രമല്ല ഇപ്പോ ഈ ഒരു ചാരു കണ്ട് പേടിച്ചെന്ന് പറയുന്നില്ല ഒരു വൃദ്ധ, അവളാണ് ആ ഒരു പേച്ചി. നിങ്ങൾ പോയില്ല ആ ഒരു പഴയ വീട്, അത് പേച്ചിയുടെ വീടായിരുന്നു. കുറച്ചു വർഷങ്ങളെ ഈ നാട്ടിൽ തന്നെ ഏറ്റവും വലിയൊരു ജന്മി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈ പേച്ചി. എന്നാൽ അവർക്ക് കൂടുതൽ താല്പര്യങ്ങൾ ബില്ലി ശൂന്യങ്ങൾ, അതായത് ഒരു തരം ദുർമന്ത്രവാദമാണ്. അതിലേക്കായിരുന്നു ഈ പേച്ചിക്ക് കൂടുതലായിട്ടുള്ള താല്പര്യം. ചെറിയ ചെറിയ മന്ത്രവാദങ്ങൾ ചെയ്തിരുന്ന ഈ പേച്ചി അത് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി കേരളത്തിലെ കാടുകളിലേക്ക് വന്നു. പിന്നീട് തിരിച്ചു വന്നപ്പോൾ മറ്റൊരു വ്യക്തി തന്നെയായിരുന്നു. ദുർമന്ത്രവാദങ്ങൾ അത് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ചെയ്യാൻ തുടങ്ങി. അവൾക്ക് അടിമകളെ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ട് കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവരുടെ ആ ഒരു പൂജയും കാര്യങ്ങളും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കുട്ടികളുടെ ബലി ആവശ്യമായിരുന്നു. പിന്നീട് നാട്ടിൽ നിന്നും ഓരോ കുട്ടികളെ കാണാതാവാൻ തുടങ്ങി. അങ്ങനെ ഇവർ ബലി കൊടുത്ത് ഒരു കുഞ്ഞിനെ കുഴിച്ചിടുന്നത് നാട്ടുകാരിൽ ഒരാൾ കാണുകയാണ്. പെട്ടെന്ന് തന്നെ നാട്ടിലെ മൂപ്പനോട് ഈ ഒരു കാര്യം പോയി പറയാണ്. പിന്നീട് ഈ പേച്ചി അവരെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് അവിടുത്തെ ആ ഒരു ഗ്രാമത്തിലെ മൂപ്പന് ഒരു 2 ആൾക്കാരെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാണ്. എന്നാൽ അവരുടെ കൺമുന്നിൽ പിടിക്കാൻ പോയ 2 പേരിൽ ഒരാളെ ഒരു പാവയുടെ മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ ശരീരം മുഴുവൻ നുറുക്കി മറ്റാളുടെ മുന്നിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഇത് കണ്ട് പേടിച്ച ആ ഒരു മനുഷ്യനാണെങ്കിൽ ആ ഒരു കാടയെ വിട്ട് ഓടിപ്പോയി. പിന്നീട് ആർക്കും ഈ പേച്ചിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താണ് ഈ പേച്ചി, അവരെന്താ ചെയ്യുന്നത്? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പിന്നീട് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് ആ ഗ്രാമത്തിലെ ഒരു പൂജാരിയായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ സ്ത്രീയല്ല അത്. നിങ്ങൾ ആരാധിക്കുന്നത് ദൈവങ്ങളെയാണെങ്കിൽ ആ സ്ത്രീ ആരാധിക്കുന്നത് ചെകുത്താന്മാരെയാണ്. ചെകുത്താന്മാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരെ ആദ്യം ആരാധിക്കുക അല്ലെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ചെകുത്താന്മാർ അവരുടെ ആ ഒരു വരം അവൾക്ക് കൊടുക്കും, അതായത് മരണമില്ലാത്ത ജീവിതം. സോ അതിന് പകരമായിട്ട് ഈ പേച്ചിക്ക് കൊടുക്കേണ്ടത് ഒരുപാട് കുട്ടികളുടെ ജീവിതങ്ങളായിരുന്നു. ഒരു പ്രത്യേകതരം എണ്ണ ഉണ്ട്, ആ എണ്ണത്തിനനുസരിച്ചുള്ള കുട്ടികളെ അവൾക്ക് ബലി കൊടുത്തേ മതിയാവുള്ളൂ. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഞാൻ ചില പൂജകളും അതുപോലെ തന്നെ മന്ത്രവാദങ്ങളും ചില ചരടുകളും നിങ്ങൾക്ക് തരാം. എന്നിട്ട് അവൾ കാണാതെ അവളുടെ കണ്ണിൽ പെടാതെ അതിലേക്ക് ചെന്ന് ആ വീട്ടിലേക്ക് ചെന്ന് അവളെയും അവളുടെ ആൾക്കാരെയും കൊന്നുകളയാം. അങ്ങനെ ഈ ഗ്രാമത്തിലെ തലവനും വേറൊരു 4-5 പേരും കൂടെ ആയുധവുമായിട്ട് ഈ പൂജാരി കൊടുത്ത ആ ഏലസ് ദേഹത്ത് കെട്ടിയിട്ട് ഇവര് നേരെ പേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇവർ പോയ ആ ഒരു കാര്യം അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പൂജാരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ ജോലി ചെയ്യുന്ന ഓരോ ആൾക്കാരായിട്ടും ഇവർ കൊന്നു. പിന്നീട് ആ ഒരു വീട്ടിൽ ഇവർ ഒളിച്ചിരുന്ന് അതിന്റെ ബേസ്മെന്റിൽ നിന്ന് കയറി വന്ന ആ ഒരു പേച്ചിയുടെ കണ്ണിലേക്ക് ഇവർ നോക്കാതെ അതിന്റെ തല ഒരു തുണി വെച്ച് കെട്ടി മൂടിയിട്ട് അവളുടെ കഴുത്തറത്ത് അവളെ കൊന്നുകളഞ്ഞു. ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവളുടെ ആത്മാവ് ഒരിക്കലും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒരു മരത്തില് അവളെ അടച്ചു പൂട്ടുകയും ചെയ്തു. പിന്നീട് പൂജാരി ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ആണി ഇത് ഊരുന്നത് വരെ പേച്ചിക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. പക്ഷെ എന്നെങ്കിലും ആരെങ്കിലും ഈ ഒരു ആണി ഊരിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് പുറത്തേക്ക് വരാൻ കഴിയും. നിങ്ങൾ കണ്ടതുപോലെ ഒരു സാധാരണ പേച്ചി ആയിരിക്കില്ല. പിന്നീട് ഈ കാട്ടിൽ അവൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. എന്തായാലും ആ ഒരു മരത്തിനെ ഭയങ്കര സുരക്ഷിതമായിട്ട് ചില മന്ത്രവാക്യങ്ങൾ കൊണ്ട് അവരതിനെ പൂട്ടി വെക്കുകയാണ്. മാത്രമല്ല ഇനി എങ്ങാനും പേച്ചി പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ കാടിന്റെ ഒരു ലിമിറ്റ് വരെ അവൾക്ക് വരാൻ കഴിയുള്ളൂ. ആ ലിമിറ്റ് അതുണ്ടാക്കാനായിട്ട് അവർ ചില പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കവാടം തന്നെ അവർ ഉണ്ടാക്കി വെച്ചു. ആ കവാടാണ് തുടക്കത്തിൽ നമ്മുടെ ചാരുവും സേതും കൂടെ കണ്ട ആ ഒരു മണി കെട്ടിയ ആ ഒരു വാതിൽ എന്ന് പറയുന്നത്. ഇത് കേട്ട വാർഡ് തന്നെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? മാരിയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന ശരൺ പറയാണ്, ഒരു നിമിഷം പോലും ഇനി ഒരു കാട്ടിൽ നമ്മൾ നിൽക്കേണ്ട, ഇപ്പൊ തന്നെ തിരിച്ചു പോകണമെന്ന് പറയണം. അങ്ങനെ വേഗം തന്നെ എല്ലാവരും പോകാൻ നിൽക്കുമ്പോഴാണ് ജെറി ഒരു കാര്യം നോക്കുന്നത്, അവന്റെ ക്യാമറ. അത് അവൻ ആ ഒരു കാടിന്റെ ഒരു ഭാഗത്ത് മരത്തിന്റെ ചുവട്ടിൽ വെച്ചായിരുന്നല്ലോ, അത് എടുക്കാൻ പോകണം, ആരെങ്കിലും ഒന്ന് കൂടെ വാന്ന് പറയണം. ഇപ്പൊ മാരി പറയണ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? അതായത് പേച്ചി പുറത്ത് വന്നിട്ടുണ്ട്, ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എല്ലാവരുടെ ജീവനും ആപത്താന്ന് പറയാണ്. എന്നാൽ ജെറി പറയാണ്, 5 ലക്ഷം രൂപയുടെ ക്യാമറയാണ്, അതില്ലാതെ എനിക്ക് പുറത്തു പോയി ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ ജെറി എങ്ങനെയൊക്കെയോ നിർബന്ധിച്ച് ഈ മാരിയും കൂട്ടിയിട്ട് ആ മരത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവിടെ അവർ ക്യാമറ കാണാനില്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു ഒരു മരത്തിന്റെ കവട്ടുണ്ട്, അതിനിടയിലായിട്ട് ഈ ക്യാമറ കാണുകയാണ്. പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് ജെറി ആ ഒരു ക്യാമറ എടുക്കുന്നുണ്ട്. എടുത്ത വാർഡിന് മാരി പറയാണ്, വേഗം വാ പോവാന്ന്. എന്നത് നോക്കാതെ ജെറി അതിൽ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താ, ഇവർ ഈ ഒരു മരത്തിന്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു വീഡിയോ തന്നെ അതിൽ പ്ലേ ആവുന്നത്. എന്നാൽ അതിൽ നോക്കുമ്പോൾ ഈ ഒരു ക്യാമറ എടുക്കാനായിട്ട് വരുന്ന ജെറിയെ മാത്രമേ അതിൽ കാണാനുള്ളൂ. അവന്റെ കൂടെ വന്ന മാരിയെ കാണാനില്ല. അതിനർത്ഥം ആ മാരി അവൻ ശരിക്കും മാരിയല്ല, അത് പേച്ചി രൂപം മാറി വന്നതാണ്. ഇതേ സമയത്ത് യഥാർത്ഥ മാരി പിറകെ
പിറകില് ഒരു മരത്തിന്റെ പിന്നിൽ നിന്നിട്ട് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, ഇത് ഞാനല്ല അത് അവളാണ്. നേരെ ഈ ഒരു ഭാഗത്തേക്ക് ഓടി വന്നു എന്ന് പറയാണ്. അപ്പൊ തന്നെ നമ്മുടെ ചെറിയ ആക്കിടുന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. ഒന്നും മിണ്ടാതെ പതിയെ പതിയെ മാരിയുടെ അടുത്തേക്ക് വരികയാണ്. അവന് തള്ളിയിട്ട് ശരിക്കുള്ള ആ ഒരു മാരി കാട്ടിന്റെ ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയില്ല, അതിന്റെ പിന്നാലെ ചെറിയ ഓടുകയാണ്. ബട്ട് ട്രാപ്ഡ്, പെട്ടു എന്ന് പറയാലോ. പേച്ചിയുടെ മായാ വലയത്തിൽ അവൻ പെട്ടുപോയി. കാരണം അവന്റെ അരികിലുണ്ടായിരുന്നത് യഥാർത്ഥ മാരി തന്നെയായിരുന്നു. പിറകിൽ നിന്നും അവനെ വിളിച്ചതായിരുന്നു പേച്ചി. പേച്ചിയുടെ വിളി കേട്ട് അവളുടെ പിന്നാലെ ഓടിച്ചെന്ന നമ്മുടെ ചെറി കാടിന്റെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടുപോയി. അവൻ നോക്കുമ്പോൾ പേച്ചിയുടെ ആ ഒരു എന്താ പറയാ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത ആ ഒരു പാവയെ കാണുകയാണ്. ഞെട്ടിപ്പോയി. പിന്നെയും അവൻ എങ്ങോട്ടേക്കോ ഓടുകയാണ്. ആ ഓടുന്നതിന്റെ ഇടയിൽ അവനൊരു മരത്തിന്റെ ചോട്ടിലിരുന്നു. പേടി കാരണം അവനൊരു സിഗരറ്റ് വലിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് അവന്റെ മുന്നിലൂടെ മാരി ഓടുന്നത് കാണുകയാണ്. മാരിയുടെ പിന്നാലെ തന്നെ ആ ഒരു ക്യാമറ എടുക്കാതെ വീണ്ടും അവൻ ഓടുകയാണ്. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു മരത്തിനരികിൽ മാരി അങ്ങനെ അവനെ തിരിഞ്ഞു നോക്കാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് പോയിട്ട് ചെറി അതിന് തൊടുന്ന സമയത്ത് ഈ മാരിയാണെന്ന് കരുതിയിട്ട് തൊട്ടതല്ലേ, തിരിഞ്ഞു നോക്കിയപ്പോ അത് ചെറി തന്നെയായിരുന്നു. അതായത് ചെറിയുടെ രൂപത്തിൽ വന്ന പേച്ചി. പേടിച്ച് നിലവിളിച്ച് അവൻ നിലത്ത് വീണു. ഇതേ സമയത്ത് വൃദ്ധയുടെ രൂപത്തിലുള്ള ആ ഒരു പേച്ചി അവന്റെ അരികിലേക്ക് പയ്യെ പയ്യെ വരികയാണ്. കണ്ട് കിളി പോയി എന്ന് പറയാലോ. പേടിച്ച് നിലവിളിച്ച് അവൻ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ് കേട്ടോ. എന്നാൽ ശരിക്കും ട്രാപ്പായത് ഇപ്പോഴാണ്. പിന്നീട് ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ വാതിലുകളൊന്നും തുറകുന്നില്ല. അവന്റെ കണ്ണാടിയാണെങ്കിൽ ഒരു താഴെ വീണു. അപ്പൊ തന്നെ തൊട്ടരിയിൽ ആരോ നിൽക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ തൊട്ടരിയിൽ തന്നെ പേച്ച് നിൽക്കുകയാണ്. ഒരൊറ്റ അടിയാണ്. അവന്റെ അലർച്ചയാണ് പിന്നീട് കേൾക്കുന്നത്. ആ കരച്ചില് ഇപ്പൊ മുകളിലുണ്ടായിരുന്ന ശരണ് കേൾക്കണ. വേഗം തന്നെ ഇവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് ശരണ് മാത്രം. നോക്കുമ്പോ എന്താ മാരിയെ മാത്രം അവിടെ കാണുള്ളൂ. ജെറിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ മാരി പറയണ അറിയില്ല, വേഗം വാ പോവാന്ന് പറയാണ്. പക്ഷെ ശരൺ സമ്മതിക്കുന്നില്ല കേട്ടോ. ജെറിക്ക് എന്താ പറ്റിയെന്ന് നോക്കന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നേരെ അവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു പഴയ ടെന്റ് കാണുകയാണ്. അവിടെ ഉപേക്ഷിക്കപ്പെട്ട കുറച്ച് സാധനങ്ങളും അതിൽ നിന്നും ഒരു പഴയ വീഡിയോ ക്യാമറ കാണുന്നുണ്ട്. അത് വെറുതെ ഒന്ന് ഇപ്പൊ ശരൺ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു കപ്പിൾസ് അതിൽ ആ ഒരു ലേഡിയെ കാണിക്കുകയാണ്. അവളിങ്ങനെ ആ ഒരു പാവ കയ്യിലെടുത്ത് നിൽക്കുമ്പോൾ എന്തോ ഒന്ന് അവൾക്ക് സംഭവിച്ചായിരുന്നല്ലോ. അത് ഈ ഒരു വീഡിയോയിലൂടെ ഇവർക്ക് കാണാൻ കഴിഞ്ഞു. എന്തോ വേഗത്തിൽ വന്ന ഒരു സാധനം അവളെ തട്ടിക്കൊണ്ടുപോവാണ്. അപ്പൊ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ, അത് തന്നെ പേച്ചിയെ അടച്ചു വെച്ച ആ ഒരു മരം പൊട്ടിച്ചത് ആ ചെക്കനാണ്. അതിലൂടെ പേച്ചി പുറത്തേക്ക് വരികയും ചെയ്തു. ഇത് കണ്ട് പേടിച്ച് മാരി വേഗം തന്നെ ശരണിനെ വിളിച്ച് ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എത്തിയ പാടിനെ മാരി പറയണ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട, പോവാന്ന്. എന്നാൽ മീയൊക്കെ ഭയങ്കര ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്ത് ഈ പറയുന്നത്? എന്താ വല്ല സാധനം കളഞ്ഞു പോയതുപോലെ ചെറിയ കിട്ടാതെ ഞാൻ ഇവിടുന്ന് വരില്ല എന്ന് തന്നെ അവള് വാശി പിടിക്കുകയാണ്. അപ്പൊ മാരിക്ക് ദേഷ്യം വന്നു. ഞാൻ തുടക്കം മുതലേ ശ്രദ്ധിക്കുകയാണ്, എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല, ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാരി അവിടുന്ന് പോവാണ്. ആഹാ, നിങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പോവുക, നിക്കട അവിടെ എന്ന് പറഞ്ഞിട്ട് സേതു ഇപ്പൊ ഈ ഒരു മാരിയുടെ പിന്നാലെ പോവാണ്. ഇപ്പൊ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ശ്രദ്ധക്കാകെ തിരിഞ്ഞ സമയത്ത് നേരത്തെ ചാരു ആ ഒരു പേച്ചിയെ കണ്ട് പേടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാണല്ലോ. ഇപ്പൊ എന്തോന്ന് കണ്ട് വല്ലാതെ വശ്യപ്പെട്ടു പോയി ഈ ചാരു പതിയെ പതിയെ ഇവരോടൊന്നും പറയാതെ കാട്ടിലേക്ക് അങ്ങ് നടന്നു പോവാണ്. ചാരു എന്ന് വിളിച്ചിട്ട് ഇപ്പൊ പിന്നാലെ തന്നെ മെയ്യുണ്ട്, അതുപോലെ ശരണും ഉണ്ട്. ഇന്ന് രണ്ടുപേരും വന്നു നോക്കുമ്പോൾ ഈ തോട്ടത്തിന് കാടുകൾക്ക് നടുവിലായിട്ട് വല്ലാത്തൊരു ഭാവത്തിൽ ചാരു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ എന്തോന്ന് വന്ന് അവളെ തട്ടിയെടുത്തു കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ മാരിയും സേതും തമ്മിൽ പൂരം വഴക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയാണ്. അതായത് സേതു പറയുന്നത് ഇതൊക്കെ ഒപ്പിക്കുന്ന നീയാണ്, മര്യാദക്ക് അവനെ കാണിച്ചു തന്നിട്ട് പോയാൽ മതി എന്ന് പറയാണ്. ഈ സമയത്താണ് ഇവര് നമ്മുടെ മിയയുടെയും ശരണിയും ഒച്ചപ്പാടും നിലവിളിയും കേൾക്കുന്നത്. കാരണം ഇവരുടെ മുന്നിൽ വെച്ചല്ലേ ചാരുവിന് ഇങ്ങനെ സംഭവിച്ചേ, നേരിട്ട് കണ്ടതല്ലേ. അപ്പൊ ആ ഒരു ഒച്ചപ്പാടും വിളിയും കേട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ പാഞ്ഞു ചെല്ലാണ് മാരിയും അതുപോലെ തന്നെ സേതു. ഇവര് നോക്കുമ്പോൾ മലയുടെ മുകളിൽ നിന്നും പേടിച്ച് നിലവിളിച്ച് താഴെ ഓടി വരുന്ന മിയ അതുപോലെ തന്നെ ശരണ്യ കാണുന്നത്. അപ്പൊ ഇവര് വരുമ്പോ തന്നെ പേച്ചി വന്നു, പേച്ചിനെ കണ്ടു എന്നാ പറയുന്നത്. അപ്പൊ മാരി പിന്നെ എന്തെങ്കിലും കേൾക്കാൻ നിൽക്കുവോ? മാരി പറയാണ്, മക്കളെ നിൽക്കണ്ട, ഓടിക്കുമെന്ന്, എന്റെ പിന്നാലെ വന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ മാരി തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. പിന്നിൽ ആ ഒരു പിള്ളേരുണ്ട് എന്ന വിശ്വാസത്തിൽ. അതുപോലെ തന്നെ ഇവരും ഈ മാരിയുടെ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാൽ മാരി താഴേക്ക് എത്തി ആ ഒരു കവാടം താണ്ടി പുറത്തേക്ക് എത്തി. രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് ഇനി പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും കാണാനില്ല. എന്നാൽ നമ്മുടെ പിള്ളേരെ നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും മാരിയുടെ പിന്നാലെ തന്നെ ഓടുകയാണ്. അതായത് അവർ ഓടുന്നത് യഥാർത്ഥ മാരിയുടെ പിന്നാലെയല്ല, പേച്ചിയുടെ പിന്നാലെയാണ്. ഇടയ്ക്ക് എപ്പോഴും ഇവരുടെ കണ്ണുകളെ പേച്ചി വെട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഓടുന്ന സമയത്ത് നമ്മുടെ സേതുവിന് എന്തൊരു സംശയം. കാരണം ഇവരിങ്ങനെ ഓടുന്ന സമയത്ത് നേരത്തെ ചാരുമായിട്ട് വന്നപ്പോൾ ഇതിന്റെ പല ഭാഗത്തായിട്ട് ചുവന്ന റിബൺ കെട്ടിവെച്ചായിരുന്നു വഴി തെറ്റാതിരിക്കാൻ. അത് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഇവര് കെട്ടിയത്. എന്നാൽ ഇവർ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി, ആ വഴിയിൽ ഈ റിബൺ കാണണമെങ്കിൽ ഇവർ പുറത്തേക്കല്ല പോകുന്നത്, ഉള്ളിലേക്കാ പോകുന്നത്. പെട്ടെന്ന് തന്നെ നിൽക്കാൻ പറയാണ്. അതായത് നമുക്ക് വഴി തെറ്റി, മാരി നമ്മളെ വഴി തെറ്റിച്ചാ കൊണ്ടുവന്നെന്ന് പറയാണ്. എന്നിട്ട് ഇവര് മാരിയെ നോക്കുമ്പോൾ മാരിയെ കാണുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ മാരിയെ കാണിക്കാണ്. മാരിക്ക് ഇനി രണ്ടാമതും ഈ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ധൈര്യമില്ല. മകളുടെ കാര്യം ആലോചിക്കുകയാണ്. പക്ഷേ ഒരു നല്ല മനുഷ്യനായിരുന്നു, അതുകൊണ്ട് തന്നെ പറ്റുന്നില്ല പിള്ളേരെ മരണത്തിന് വിട്ടുകൊടുക്കാനായിട്ട്. അതുകൊണ്ട് വീണ്ടും മാരി തിരിച്ചു കയറുകയാണ് കാട്ടിലേക്ക്. ഇതേ സമയത്താണെങ്കിലോ മിയ, ശരൺ, സേതു ഇവര് മൂന്ന് പേരും എങ്ങോട്ടെന്ന് അറിയാതെ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ എന്തൊരു വീട് പോലെ ഒന്ന് കണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അതേ സമയത്ത് തന്നെ കാട്ടിലേക്ക് തിരിച്ചു വന്ന മാരി ഉണ്ടല്ലോ, അവനിപ്പോ ആ ഒരു പേച്ചിയുടെ മുന്നിൽ പെട്ടുപോവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും മാരിക്ക് അറിയുന്നില്ല. കണ്ണും പൊത്തി ആ ഒരു മരത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഈ മാരി ഒന്നും ചെയ്യാതെ പേച്ചി അവിടുന്ന് പോവാണ്. ശരിയും ഈ മാരിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. മരണം മുന്നിൽ കണ്ടതാണ്. എന്തുകൊണ്ട് പേച്ചി അവനൊന്നും ചെയ്തില്ല അറിയില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ സേതു, ശരൺ, മിയ ഇവരെന്തോ ഒന്ന് കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ആ ഒരു പേച്ചിയുടെ വീടായിരുന്നു. എന്തായാലും അവിടെ എത്തിയിട്ട് ഈ സേതുവും ശരണും കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മിയെ കാണാനില്ല. ഇപ്പൊ സേതു
നോക്കുമ്പോൾ ആ വീട്ടിന്റെ വാതിൽക്കല് വല്ലാത്തൊരു ഭാവത്തിൽ അവൾ നിൽക്കാണ്. ഇപ്പൊ ശരൺ പറയണ വാട നമുക്ക് അവളെ രക്ഷിച്ചിട്ട് വരാന്ന്. എന്ന് ഇത് കണ്ടപ്പോഴേക്കും ധൈര്യശാലിയായ സേതു ഒരേറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ്. പാവം ശരൺ ഇപ്പൊ ഒറ്റയ്ക്കായി. അവൻ ഒറ്റയ്ക്ക് ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ്. നോക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ചുമരില് ഒരു ബോധമില്ലാതെ തല ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിയെ കാണുകയാണ്. ഇതേ സമയത്ത് എങ്ങനെയൊക്കെയോ ഓടി 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 സേതു ആ ഒരു കവാടം കണ്ടു. അതിന്റെ പുറത്തേക്ക് അവൻ ചാടി കേട്ടോ, രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം കവാടത്തിന്റെ പുറത്തേക്ക് എന്തായാലും പേച്ചി വരില്ല. എന്നാൽ എന്തോ ഒരു ഭാഗ്യം കാരണം എങ്ങനെയോ രക്ഷപ്പെട്ട ജെറി കാലിലേക്ക് മുറിയായിട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല. അവനെ ഉറക്കനെ നമ്മുടെ സേതുവിനെ വിളിക്കണേ, എടാ എങ്ങനെയെങ്കിലും ഒന്ന് വാടാ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒന്നും ആലോചിക്കാതെ സേതു ഓടി ചെന്നിട്ട് ജെറി എഴുന്നേൽപ്പിച്ച് നിർത്താൻ നോക്കാണ്. അവന് നിൽക്കാനൊന്നും പറ്റുന്നില്ല. പിന്നീട് ഒരു വിധത്തില് അവന് ഷോൾഡറിൽ എങ്ങനെയൊക്കെ അവന്റെ കൈയെല്ലാം വെച്ച് പയ്യെ 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 അവനെയും കൂട്ടിയിട്ട് ആ ഒരു കവാടത്തിന്റെ അടുത്ത് എത്താനായപ്പോ ജെറി മുന്നോട്ടേക്ക് പോകുന്നില്ല. തെന്നട നീ വരാത്തെ, എന്താ നീ ഒന്നും മിണ്ടാത്തേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സേതു ജെറിയെ നോക്കിയപ്പോ അവന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ജെറി ആയിരുന്നില്ല, ആരായിരുന്നു? പേച്ചി തന്നെ. പിന്നീട് സേതുവിന്റെ ഒരു അലർച്ചയാണ് കേൾക്കുന്നത്. അടുത്ത സീനില് ആ ഒരു വീട്ടിനുള്ളിൽ പെട്ടുകിടക്കുന്ന നമ്മുടെ മിയെ കാണിക്കുകയാണ്. എങ്ങനെയൊക്കെയോ തട്ടി തട്ടി വിളിച്ച് ശരൺ അവളുടെ ആ ഒരു ബോധത്തെ തിരിച്ചെടുക്കുകയാണ്. എന്നിട്ട് മേയും കൂട്ടിയിട്ട് ആ ഒരു വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇങ്ങോട്ടേക്ക് ആര് വരികയാണ്? മാരി വരികയാണ്. മാരി വന്നിട്ട് പറയാണ്, സാറേ വാ എന്റെ കൂടെ വാ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം, എന്റെ കൈ പിടിക്കണം, നിർബന്ധമായിട്ട് പിടിക്കണം എന്ന് പറയണം. എന്ന് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മേയ്ക്ക് തീരെ ഈ മാരി വിശ്വാസമാകുന്നില്ല. ഇത് പേച്ചിയാണെങ്കിലോ, അതുകൊണ്ട് വേണ്ട വേണ്ട എന്ന് എന്നെ ശരണിനോട് പറയാണ്. എന്നാൽ മാരി ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഏലസ് നിങ്ങൾ കണ്ടോ, ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത്. കാരണം അന്ന് പേച്ചിയെ കൊല്ലാൻ വേണ്ടി പോയല്ലോ ഈ നാട്ടിലെ ആ ഒരു നാട്ടുമൂപ്പൻ, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് ഞാൻ. എന്തായാലും പേച്ചിയെ കൊല്ലാൻ നോക്കിയ ആ ഒരു മൂപ്പന്റെ കുടുംബത്തിനെ ഇല്ലാതാക്കാനായിട്ട് അവൾ എന്തെങ്കിലും തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ പൂജാരി അവർക്കായിട്ട് ഒരു ഏലസ് കൊടുത്തായിരുന്നു. ആ ഏലസ് ആണ് എന്റെ കഴുത്തിൽ ഇപ്പോൾ ഉള്ളത്. ഞാൻ എപ്പോഴും ഈ കാട്ടിലേക്ക് വരുമ്പോൾ എന്റെ ഭാര്യ ഇത് തരം മറക്കാറില്ല. ആ ഒരു കാര്യം നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ടിട്ടുണ്ട്. കാർ നിർത്തിച്ച് മകളുടെ കയ്യിൽ ഭാര്യ ആ ഏലസ് കൊടുത്തയച്ചായിരുന്നല്ലോ, അത് ഇതിനു വേണ്ടി തന്നെയാ. അങ്ങനെ മാരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് മാരിയുടെ കൈ പിടിച്ചിട്ട് ഇവരോട് രണ്ടുപേരോടും കൂടെ ഓടി വരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഓടി ഓടി അവസാനം ആ ഒരു കവാടത്തിന്റെ അടുത്ത് ഇവരെത്താനായി. അങ്ങനെ ആ ഒരു കവാടം ഇവർക്ക് രണ്ടുപേർക്കും, ശരണിനും അതുപോലെ മാരിക്കും താണ്ടാൻ കഴിഞ്ഞു. എന്നാൽ കാല് തട്ടി വീണ നമ്മുടെ മിയ അവിടെ തന്നെ വീണു പോവാണ്. വേഗം വാ മിയ എന്ന് പറഞ്ഞിട്ട് ശരൺ ഇപ്പൊ മിയെ നോക്കുമ്പോൾ അവളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും പേച്ചി വന്ന് ഒറ്റ തട്ടലാണ്. അപ്പോൾ തന്നെ ശരൺ ഉള്ളിലേക്ക് ഓടിപ്പോയി നോക്കാൻ നിൽക്കുമ്പോഴേക്കും മാരി പിടിക്കാണ്. സാറേ പോണ്ടാ പോണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്കിടയിൽ ഒരു പിടിയും വലിയും നടക്കുകയാണ്. എന്ന് എങ്ങനെയൊക്കെയോ ശരൺ ആ ഒരു പിടി വിട്ടിപ്പിച്ച് കാട്ടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. ഓടിപ്പോയി നോക്കുമ്പോൾ ഒരു മരത്തിന്റെ പിന്നിലായിട്ട് പ്രേതമായി മാറി നിൽക്കുന്ന സേതുവിനെ കാണുകയാണ്. ഭയന്ന് നിലവിളിച്ച് എങ്ങനെയൊക്കെയോ ശരൺ മുന്നോട്ടേക്ക് ഓടുമ്പോൾ വീണ്ടും അതാ കാണുന്നു പ്രേതമായി മാറിയ ചാരുവിനെ. പിന്നെ വീണ്ടും മുന്നോട്ടേക്ക് ഓടിയപ്പോ പ്രേതമായിട്ട് മാറിയ ജെറിയും കൂടെ കാണുകയാണ്. ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയാണ്. അങ്ങനെ വീണ് കിടക്കുന്ന ശരണിന്റെ മുന്നിലേക്ക് ഇവര് 3 പേരും വന്ന് നിൽക്കുന്നുണ്ട്. 3ഉം അത് പേച്ചിയുടെ രൂപമാറ്റാണ്. എന്നാൽ ഈ പേച്ചിക്ക് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ കൊല്ലാൻ കഴിയുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ശരണിന് മനസ്സിലാവുന്നില്ല. അപ്പൊ നോക്കുമ്പോഴല്ലേ ആ കാരണം പിടികിട്ടിയത്. ശരണിന്റെ ആ ഒരു കോട്ടിന്റെ സൈഡിലായിട്ട് മാരിയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഏലസ് വീണ് എടുക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ അവന്റെ കോട്ടിൽ കുടുങ്ങിപ്പോയത്? അതായത് കാട്ടിലേക്ക് രണ്ടാമതും വരാൻ നിൽക്കുമ്പോൾ ഈ മാരിയും ശരണും തമ്മിൽ ഒരു പിടിയും വലിയ ഉണ്ടായിരുന്നില്ലേ, അപ്പൊ ആ ഒരു മാല പൊട്ടി ഇവന്റെ കോട്ടിന്റെ ഉള്ളിൽ വീണു. പിന്നീട് എങ്ങനെയൊക്കെയോ ആ ഒരു മാല ഇറക്കി പിടിച്ചുകൊണ്ട് അവൻ നേരെ ആ ഒരു കവാടവും താണ്ടി പുറത്തേക്ക് വന്നിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു മരത്തിൽ ചാരി നിൽക്കുന്ന മാരിയെ കാണുകയാണ്. അവന്റെ കഴുത്ത് ആരും അറുത്തിട്ടുണ്ട്. അതായത് അവന്റെ കഴുത്തിൽ ആ ഏലസ് നഷ്ടമായതുകൊണ്ട് തന്നെ മാരിയും പേച്ചി കൊന്നിരിക്കുകയാണ്. പക്ഷെ ഒരു സംശയം, ഈ കവാടം വിട്ട് പുറത്തേക്ക് വരാൻ പറ്റാത്ത പേച്ചി എങ്ങനെയാണ് അതിന്റെ പുറത്തുണ്ടായിരുന്ന മാരിയെ കൊന്നത്? അതൊരു കിടിലൻ ട്വിസ്റ്റാണ് കേട്ടോ. അത് കേൾക്കാൻ തയ്യാറായി നിന്നു. എന്തായാലും ഒരുപാട് വിഷമത്തില് നമ്മുടെ ശരണാണെങ്കിൽ ആ ഒരു ഏലസ് ഇറക്കി പിടിച്ച് ഓടുകയാണ്. അങ്ങനെ അവസാനം റോഡ് കാണുകയാണ്. തളർന്നു പോയി അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ അരികിൽ ഇരിക്കുകയാണ്. ഒരുപാട് കരയാണ്. എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എല്ലാവരും നഷ്ടമായി, അവൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് ആലോചിച്ച് ഭയങ്കരമായിട്ട് കരയാണ് അവൻ. അങ്ങനെ നിൽക്കുമ്പോൾ താണ്ടി വരുന്ന ഒരു വാഹനം എങ്ങനെയൊക്കെയോ ഉള്ള എനർജിയിൽ അവൻ ഓടിപ്പോയിട്ട് കൈ നീട്ടി നിർത്തുകയാണ്. നോക്കുമ്പോൾ ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ, ഇവരിങ്ങോട്ടേക്ക് കയറാൻ നിൽക്കുമ്പോൾ രൂക്ഷഭാവത്തിൽ ഒരാൾ ഇവരെ നോക്കിയില്ലേ, ആ ആളെ തുടക്കത്തിൽ കണ്ടപ്പോൾ ആളൊരു വില്ലനാന്നാണ് കരുതിയത്. എന്തായാലും ഇയാൾ വന്ന് സഹായിക്കാണ്. പിന്നീട് വണ്ടിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ശരണിനെ കയറ്റിയിരുത്തുമ്പോൾ ശരൺ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. എന്താ കണ്ടത്? ജീവനോടെയുള്ള അവൻ മരിച്ചു എന്ന് കരുതിയ മിയേത്തൻ. അവൻ അത് കണ്ട അടുത്ത നിമിഷം തന്നെ ഈ വന്ന ഡ്രൈവർ അവന്റെ മുഖത്ത് നോക്കി ഒരേറ്റ അടിയടിക്കുകയാണ്. ബോധം പോയി. പിന്നീട് ശരൺ കണ്ണു തുറന്നു നോക്കുമ്പോൾ പേച്ചിയുടെ ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. പേടിച്ച് നിലവിളിക്കുകയാണ്. ആ ഡ്രൈവർ ആണെങ്കിൽ അവിടെ തന്നെയുണ്ട്. അതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റ് എന്റെ മച്ചാമാരെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതായത് ശരണിന്റെ പെണ്ണായിട്ടുള്ള മിയ അങ്ങോട്ടേക്ക് വരികയാണ്. മിയയും അതുപോലെ തന്നെ ഈ ഒരു ഡ്രൈവറും ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ ചെയ്തത്. അതായത് ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയ കാര്യമല്ല. ഈ ശരണും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരും മല കയറാൻ പോകുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയിട്ട് യാദൃശികമായിട്ട് സംഭവിക്കുന്നത് പോലെ ഈ മിയ ചെന്ന് ശരനെ മുട്ടുകയും അവനിലൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും പിന്നീട് അതൊരു ലവ് ആക്കി മാറ്റുകയും ഇവർ ഇതുപോലെ മല കയറാൻ പോവുകയാണല്ലോ. അപ്പോൾ അവർക്കായിട്ട് ഈ കൊള്ളിമലക്കാടിനെ അല്ലെങ്കിൽ ഈ മലനിരകളെ പരിചയപ്പെടുത്തി കൊടുത്തതും ഇൻട്രൊഡ്യൂസ് ചെയ്തതും എല്ലാം മിയായിരുന്നു. കാരണം ഈ കാട്ടിലേക്ക് ഇവർക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവരണമായിരുന്നു. എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. അതിനുള്ള ഉത്തരമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അന്ന് പേച്ചിയും അവളുടെ എല്ലാ ആൾക്കാരെയും ഗ്രാമത്തിലെ ആൾക്കാർ കൊന്നുകളഞ്ഞല്ലോ. എന്നാൽ അതിൽ ഒരു ചെറിയ
ചെറിയ പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടിരുന്നു. ആ പെൺകുട്ടിക്ക് ഇന്ന് നല്ല പ്രായമായിട്ടുണ്ട്, ഒരു മുത്തശ്ശിയായിട്ടുണ്ട്. കഥയുടെ ആരംഭത്തിൽ രണ്ടാൾക്കാർ ഈ കാട്ടിലേക്ക് വന്നിട്ട് പേച്ചിയെ പുറത്തിറക്കിയല്ലോ. അപ്പൊ തന്നെ ഈ മുത്തശ്ശിക്ക് ഉൾവിളി വന്നു, പേച്ചി പുറത്തേക്ക് വന്നു. അപ്പൊ പേച്ചിയുടെ നരബലി അത് പൂർത്തിയാക്കാനായിട്ട് ഇനിയും ആളുകൾ വേണം. ആ ആളുകളെ ഈ കാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ദൗത്യം ആ കുടുംബത്തിലെ അവസാന കണ്ണിയായിട്ടുള്ള മിയ എന്നുള്ളത് യഥാർത്ഥ പേരാണെന്നും അറിയില്ല. അവൾക്കും അതുപോലെ തന്നെ അവളുടെ കൂടെയുള്ള അവളുടെ മാമനുമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ശരണും അവന്റെ കൂട്ടുകാരുമായിട്ട് മിയ പരിചയപ്പെട്ടതും അവരെ ഈ ഒരു കാട്ടിലേക്ക് വരുത്തിച്ചതും പിന്നീട് അവസാനം പേച്ചിക്ക് വേണ്ടി ഇവർ ഓരോരുത്തരെയായിട്ട് ബലി കൊടുത്തതും. മാത്രമല്ല മിയെ പേച്ചി കാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവളെ രക്ഷപ്പെടുത്താനായിട്ട് ശരൺ ഉള്ളിലേക്ക് പോയല്ലോ. ആ സമയത്ത് മാരിയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഏലസ് നഷ്ടമായി. അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന മിയ വന്നിട്ട് ഈ ഒരു മാരിയുടെ കഴുത്തറുത്ത് അവളാണ് മാരിയെ കൊന്നത്. മാത്രല്ല ഈ പേച്ചിയുടെ നരബലി പൂർത്തിയായി. ഇനി അടുത്ത നരബലി തുടങ്ങേണ്ടതുണ്ട്. കാരണം എന്താണ്, ഇനി അടുത്ത പേച്ചിയായിട്ട് വരാൻ പോകുന്നത് മറ്റാരുമല്ല, ഈ മിയ തന്നെയാണ്. ഇനിയാണ് അടുത്ത നരബലി ആരംഭിക്കാൻ പോകുന്നത്. ഇത്രയും കാലം നടന്നതല്ല, ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ബലികൾ ഇനിയും ആവശ്യമാണ്. അങ്ങനെ പഴയ ആ ഒരു പേച്ചിയുടെ ബലി പൂർത്തിയാവുന്നത് ഇപ്പൊ ഇവര് പിടിച്ചുകൊണ്ടുപോയ ശരണിലൂടെയാണ്. അങ്ങനെ ആ വീട്ടിൽ അവനെ കെട്ടിയിട്ട് ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോവാണ്. അതിനുള്ളിൽ വെച്ച് ശരന്റെ അലർച്ച കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. വല്ലാത്തൊരു സിനിമ തന്നെ. പറ്റുകയാണെങ്കിൽ സിനിമ നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കിയോ പല കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇവര് ട്രക്കിങ്ങിന് പോവാന്ന് പറഞ്ഞപ്പോ ഗൈഡ് ഇവരുടെ കൂടെ ഉണ്ടാന്ന് പറഞ്ഞപ്പോ തുടക്കത്തിൽ തന്നെ അതിനെ വല്ലാതെ ഡിസ്റ്റർബ് ആയിട്ട് കണ്ട ആളാണ് മിയ. കാരണം ആരും അറിയാതെ ഇവരെ ആ ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് എല്ലാവരെയും ബലി കൊടുക്കുക, അതായിരുന്നു അവളുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് കൂടെ ഒരു ഗൈഡ് വരും എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ഡിസ്റ്റർബ് ആയിട്ട് അത് തോന്നിയത്. എന്തായാലും കഥ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.